നമസ്തേ, ഞാൻ ശ്രീരേഖ. രഘുമേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടിപ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. എല്ലാവരും നല്ല റിസൾട്ട് ഉണ്ട്. വളരെ സന്തോഷം കേട്ടോ. പറഞ്ഞ പോലെ എന്നെ വിശ്വസിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമ്മൾ ഹെയർ ഡൈ കഴിഞ്ഞിട്ടുള്ള പാക്ക് അത് ഏറ്റവും ബെസ്റ്റ് ഒലിവ് ഓയിലും അലോവേരയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തു, റിസൾട്ട് കിട്ടി, നല്ല ബ്ലാക്ക് കളർ തോന്നിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ അത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഹെയർ ഡൈ ചെയ്തിട്ട് ഒലിവ് ഓയിലും ജെല്ലും ഈ അലോവേര ജെല്ലും കൂടി തേക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല സൂപ്പർ കളറായിരിക്കും, നല്ല രസമായിരിക്കും, ഷൈനിങ് ആയിരിക്കും, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. എത്ര ദിവസമായാലും ആ ബ്ലാക്ക് പോവാത്ത പോലെ തോന്നും നമുക്ക് കേട്ടോ. അതുപോലെ പുരികത്തിലുള്ള താരൻ എന്ന് പറഞ്ഞു, അത് കളയാൻ എളുപ്പം നമുക്ക് ഇതുപോലെ അലോവേറ ജെല്ല് തൈരിൽ മുക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ഡേ ടൈമിൽ തേച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ടൈമിൽ ആവണക്കെണ്ണയും പ്ലസ് ഒലിവ് ഓയിലും കൂടി തേച്ചിട്ട് നമുക്ക് പറ്റി കൊടുത്തു കഴിഞ്ഞാൽ താരനൊക്കെ ഉണ്ടാവില്ല, ഡ്രൈനെസ് മാറിയാൽ മതി കേട്ടോ. മെയിൻ ഈ താരം വരുന്നത് ഷാമ്പു ഉപയോഗിക്കുന്നവർക്കാണ് കൂടുതലും ഈ താരൻ കണ്ടെടുത്തോളം വരുന്നത്. കാരണം ഡ്രൈനെസ് വരും. ഷാമ്പു നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ തലയിൽ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു മോയ്സ്ചറൈസേഷൻ ഉണ്ടാവുമല്ലോ, അത് പോകും കേട്ടോ. അപ്പൊ നമുക്ക് ഡ്രൈനെസ് വരും, വരണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ട് താരം കണ്ടുവരുന്നത്. അപ്പോൾ ഇന്നലെ മോന് ഒരു താരന്റെ കാര്യം പറഞ്ഞല്ലോ. കുട്ടിക്ക് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റിയെങ്കിൽ ഇതുപോലെ നമുക്ക് ഉലുവ എടുക്കാം. ഉലുവ കുതിർത്തിയിട്ട് അതിൽ തൈര് കുതിർത്തി അരച്ചെടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. അതിൽ അല്പം തൈര് ചേർത്ത് മാസ്കായിട്ട് ഉപയോഗിക്കാം. മാസ്ക് അധികം നേരം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരാത്തത് കേട്ടോ. അപ്പോൾ ഉലുവ മാസ്കിൽ തൈര് എടുക്കാം, അത് തലയിൽ തേച്ചാൽ താരന് നല്ലതാണ്. അലോവേര ജെല്ലിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തൈര് അതും തേച്ച് കഴിഞ്ഞാൽ താരൻ ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ മുടി പലതരത്തിലുള്ള മുടിയുണ്ട്. ലൈക്ക് കേളി ഹെയർ ഉണ്ടാവും, സ്ട്രെയിറ്റ് ഉണ്ടാവും, ടൈറ്റ് ഉണ്ടാവും, ടൈറ്റ് ആയിട്ട് കേളി ഉണ്ടാവും, ലൂസ് കേളി, അങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങളാണ് ഉള്ളത് അല്ലേ. ഇത് മിക്കവാറും ജെനറ്റിക്സ് ആയിട്ട് ഉണ്ടാവാറുണ്ട് അല്ലേ. ഫോളിക്കിൾസിന് വരുന്നത് അങ്ങനെ ആ തരത്തിലായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോൾ പിന്നിട്ട ഒരുവിധം കേളായിട്ട് വരും, നമ്മളുടെ ആ സ്വാഭാവികമായ കേളിങ് അല്ലാതെ. ഇനി കേളിങ് ആർക്ക് സ്ട്രെയിറ്റ് ആവാനായിട്ട് നമ്മൾ ഇതുപോലെ ആയുർവേദ മാസ്കുകൾ തേച്ചുകൊണ്ടിരിക്കാം. ഹെന്ന പാക്ക് ചെയ്യുക, അതുപോലെ അമല ചെയ്യുക, അലോവേര തൈര് ചെയ്യാം. ഇത് മുടി വളരാനും താരനും എല്ലാം നല്ലതാണ് കേട്ടോ. നമ്മൾ നിരന്തരം നമ്മുടെ ആയുർവേദ പാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇതുപോലെ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ പാക്കെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞ് മുടി ഉണങ്ങിയിട്ട് കേളി ഹെയർ ആയിട്ടുള്ളവരെ മറ്റേ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, ഹെയർ ബാൻഡ് ഇടാം, ഇങ്ങനെ ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹെയർ ബാൻഡ് ഇടാം. അങ്ങനെ നിങ്ങൾ നൈറ്റ് സമയം അതുപോലെ ഹെയർ ബാൻഡ് ഇട്ട് ഡെയിലി ചെയ്തോളൂ. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ആ കേളി ഹെയർ സ്ട്രെയിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ കൺമഷി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. കൺമഷി നമുക്ക് പലതരത്തിൽ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഈ നമ്മുടെ കയ്യൊന്നി ഉണ്ടല്ലോ, അതിൽ ചിലവർ കയ്യൊന്നിയം എന്ന് പറയും, ചിലർ കയ്യോന്നി എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അതും അലോവേര എടുക്കാം, ഒരു വെറ്റില എടുക്കാം, എന്നിട്ട് അതിൻ്റെ നീരെടുക്കാം. നമുക്ക് ഇത് അരച്ച് നീരെടുത്തിട്ട് അതിൽ ഒരു കോട്ടൺ തുണി, കോട്ടൺ പൂവാങ്കുരുന്നിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ പൂവാങ്കുരുന്നിലുള്ളവരാണെങ്കിൽ പൂവാങ്കുരുന്നിൽ വെച്ചിട്ടുണ്ടാക്കാം, അല്ല കയ്യുണ്ണിയാണെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട്. തുളസി എടുക്കാം, പക്ഷെ തുളസി കുറച്ച് ചൂട് കൂടിയ സംഭവമായതുകൊണ്ട് തുളസി ചേർക്കുമ്പോൾ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. അതായിരിക്കും കുറച്ചുകൂടി ഉത്തമം കേട്ടോ. തുളസി ഒറ്റയ്ക്ക് എടുക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ പൂവാങ്കുരുന്നിലാണെങ്കിൽ അതെടുക്കാം, കയ്യോന്നി ആണെങ്കിൽ അതെടുക്കാം, വെറ്റില ഒന്നോ രണ്ടോ വെറ്റില, ഇത് നമ്മൾ അരച്ച് പിഴിഞ്ഞ് നീരെടുക്കാം. ഈ നീരിൽ നമ്മൾ വൃത്തിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ.
അത് മണ്ണുണ്ടാവരുത്. കാരണം നമ്മൾ കണ്ണിലേക്കൊക്കെ പരട്ടുന്നതാണല്ലോ. മണ്ണുണ്ടാവരുത്, തരിതരി പോലെയൊന്നും ഉണ്ടാവരുത്, ചെളി ഉണ്ടാവരുത്. അങ്ങനെ വളരെ നീറ്റായിട്ട് വേണം നമ്മൾ അത് എടുക്കാൻ. എടുത്തിട്ട് ഇതിൻ്റെ നീരെടുത്തിട്ട് ഒരു നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി അതിൽ മുക്കി വയ്ക്കാം. മുക്കിയിട്ട് നമ്മൾ തണലെത്തിട്ട് ഒന്ന് അതിൻ്റെ വെള്ളം പോയി ഉണക്കാൻ വയ്ക്കാം. ഇത് ഉണങ്ങിന്ന് വരുമ്പോൾ ഈ വെള്ളം തീരുന്ന അനുസരിച്ച് നമുക്ക് വീണ്ടും ഇതുപോലെ മുക്കി ഉണക്കാം. അപ്പം മാക്സിമം ഈ നീര് മുഴുവനും ഈ കോട്ടൺ തുണിയിൽ വരണ രീതിയിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുക്കി 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 നമ്മൾ ഉണക്കുമ്പോഴത്തേക്കും വെള്ള കളറായിട്ടുള്ള ആ തുണി നമ്മൾ ഏകദേശം പച്ച കളറാവും. ഇതെല്ലാം മുക്കി മുക്കി എടുത്ത് വരുന്നു. എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളത് തിരി പോലെ തെറുത്തിട്ട് വിളക്കിൻ്റെ തലയുണ്ടല്ലോ, തലഭാഗത്ത് വെച്ചിട്ട് എണ്ണയോ അല്ലെങ്കിൽ അല്പം ആവണക്കെണ്ണ ഒഴിക്കാം കേട്ടോ. നെയ്യ് ഒഴിക്കാൻ പറ്റുന്നവർ നെയ്യ് ഒഴിക്കാം. അതെല്ലാം നമ്മുടെ സാമ്പത്തികം നോക്കിയിട്ട് കേട്ടോ. എന്നിട്ട് കത്തിച്ചിട്ട് ഒരു മൺചട്ടി കമത്തി വെച്ച് കത്തിച്ച് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഈ തീ എല്ലാം ഇങ്ങനെ കത്തി 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 ഇതിൻ്റെ ഈ ചാരം മുഴുവനും നമ്മുടെ മൺചട്ടിയിൽ വന്നിരിക്കും. തുറന്നു നോക്കുമ്പോൾ ചട്ടി മുഴുവനും കറുത്തിരിക്കും. നമ്മൾ തോണ്ടി നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ചിരണ്ടി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ പച്ചക്കർപ്പൂരം തേക്കണമെങ്കിൽ അതിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. അതുപോലെ അഞ്ജനം ചേർക്കുന്നത് കണ്ണിന് പുരുകത്തിനൊക്കെ ബ്ലാക്ക് കിട്ടാനാണ്. അപ്പോൾ നമുക്ക് അഞ്ജനം വേണം എന്നുണ്ടെങ്കിൽ പച്ചമരുന്ന് കടയിൽ കിട്ടും, ഒരു കുഞ്ഞു കഷ്ണം ചേർത്താൽ മതി. അത് പൊടിച്ചിട്ട് വേണം ഈ നമുക്ക് കിട്ടുന്ന കൺമഷിയിൽ മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ മൺചട്ടിയിൽ നിന്ന് കിട്ടുന്ന ആ കൺമഷി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ അത് ഡൈല്യൂട്ട് ആക്കാൻ വേണ്ടി പൊടി രൂപേണായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, അല്പം ആവണക്കെണ്ണ കുറച്ച് തേൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അതിന് പൊടിയെ നമ്മൾ ഈ പേസ്റ്റ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ അഞ്ജനം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. അത് ചേർത്താൽ കുറച്ചും കൂടി മുടി നല്ല പുരികൊക്കെ ബ്ലാക്ക് ആയിട്ടിരിക്കും എന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഇനി അതൊന്നും ഇല്ലെങ്കിലും സാധാരണ കൺവെൻഷൻ മതിയിട്ട് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നല്ല അടപ്പ് ഉള്ള പാത്രത്തിൽ, വൃത്തിയുള്ള പാത്രത്തിൽ, വെള്ളമൊന്നും ഉണ്ടാവരുത്, നമ്മൾ ഇത് സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് കണ്ണിലും എഴുതാം, പുരികത്തിലും എഴുതാം കേട്ടോ. ഈ രാത്രി സമയത്ത് പുരികം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യാം കേട്ടോ. അവണക്കെണ്ണ തേക്കുക. ഇപ്പോൾ ഈ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ കൺമഷിയിൽ അവണക്കെണ്ണ ഉള്ള കാരണം വീണ്ടും അവണക്കെണ്ണ വേണമെന്നില്ല. അല്ലാത്തവർ അവണക്കെണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ഈ കൺമഷിയും കൂടി നമ്മൾ എഴുതി രാത്രി കിടന്നാൾ പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ പുരുകത്തിന് നല്ല ബ്ലാക്ക് തോന്നും. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒലിവ് ഓയിലും തേച്ച് കൊടുക്കാം. സുന്ദരമായ പുരുകം കിട്ടും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം, കൺമഷി അങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് ഈ കഫമൊക്കെ വരുമ്പോണ്ടല്ലോ, കഫം മുടി ഒഴിച്ചിൽ കൂട്ടും കേട്ടോ. ഈ കഫം ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളത് മുടിയെയും ബാധിക്കും. മുടി ഫോൾ അത് കൂടുതലായിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കും, കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം കഫം ചൂടാണല്ലോ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചിലർക്ക് തൊണ്ടയിലൊക്കെ കഫം കെട്ടിയിരിക്കും. ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ തൊണ്ടയിൽ കിച്ച് കിച്ച് ഒക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ തൊണ്ടയിലൊക്കെ വരുന്ന ഈ കഫം നമുക്ക് എളുപ്പമൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇത് തൊണ്ടയിലുള്ളത് ഒന്നില്ലെങ്കിൽ തുപ്പിക്കളയുക, അല്ലെങ്കിൽ നമ്മൾ വയറ്റിൽ വന്നിട്ട് മോഷനിലൂടെ പോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എളുപ്പം മാർഗം വെച്ചാൽ വെറ്റില കേട്ടോ, കഴുകി വൃത്തിയാക്കിയ വെറ്റില, അതുപോലെ കൃഷ്ണ തുളസി, ചുമന്ന തുളസി. ഇനി ചുമന്ന തുളസി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ വെള്ള തുളസി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ പനിക്കൂർക്കയുടെ ഇല, ഇത് മൂന്നും കൂടി നമ്മൾ അരച്ച് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അരച്ച് പിഴിഞ്ഞ് അത് വെള്ളം പോലെ വരും കണ്ടോ. ഇതാണ്. ഇതിലേക്ക് നമ്മൾ അന്ന് പറഞ്ഞ പോലെ 2 ലക്ഷ്മി വിലാസ് രസ് ഗുളിക അല്ലെങ്കിൽ കഫകേതു എന്ന് പറഞ്ഞ ഗുളിക കിട്ടും, ടാബ്ലറ്റ് കിട്ടും. ഇത് നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ഈ നീരിൽ ഇടിച്ച് ഇങ്ങനെ, ഒന്നില്ലെങ്കിലാണ് ഇരിക്കുന്ന കുഞ്ഞു മരുന്നൊക്കെ ചാലിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ചാലിച്ചിട്ട് ഈ നീരിൽ ചാലിച്ച് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വീതം നമുക്ക് കാലത്തും കഴിക്കാം, ഈവനിങ് സമയം കഴിക്കാം
കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് തൊണ്ടയിലുള്ള കഫം വേഗത്തിൽ നമുക്ക് ഇറങ്ങിപ്പോകും. അത് മോഷനിലൂടെ നമുക്ക് പോകും കേട്ടോ. അപ്പൊ അങ്ങനെ ഈ തൊണ്ടയിൽ ചിലർ പറയില്ലേ, തൊണ്ടയിൽ പിന്നെ കഫം കെട്ടിയിരുന്നിട്ട് ചെസ്റ്റ് വരെ വേദന എടുക്കും, ശ്വാസം മുട്ടലൊക്കെ വരുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഈ 3 കൂട്ടം നിങ്ങൾ ഇതുപോലെ നീരെടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ലക്ഷ്മി വിലാസോ കഫകേതുവോ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ മതി. ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് കഫം പോകാനുള്ള ഗുളിക ചോദിച്ചാൽ മതി. ലക്ഷ്മി വിലാസ് കിട്ടും. അത് 2 എണ്ണം അരച്ചിട്ട് നിങ്ങൾ ഇതുപോലെ രാവിലെയും കഴിക്കാം, ഈവനിങ് ടൈം കഴിക്കാം കേട്ടോ. കൂടുതൽ കഫം ഉള്ളവർക്ക് 3 നേരം കഴിക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ചായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ആശ്വാസമായിരിക്കും. കഫം തൊണ്ടയിലുള്ളതൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. തൊണ്ടയിലെ കഫം പോകാനായിട്ട് ഒരു ഒറ്റമൂലിയാണത് കേട്ടോ. അങ്ങനെ ചെയ്യാം. അതുപോലെ മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഒന്നുകൂടി ഞാൻ പറയുകയാണ് കേട്ടോ. പലതരത്തിലും നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റും. ഒന്ന്, നമുക്ക് ഉലുവ ഉണ്ടല്ലോ, ഉലുവ തലേ ദിവസം കുതിർത്തി വെക്കുക, എന്നിട്ട് അത് അരച്ച് പിഴിഞ്ഞ് ജെല്ലായിട്ട് തല തേക്കാം. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് തേക്കാം കേട്ടോ. പിന്നെ ഈവനിങ് ടൈമിൽ മുടി കെട്ടി വയ്ക്കാം. അങ്ങനെ ചെയ്യാം. അതൊരു പാക്ക്. പിന്നെ അത് കൂടാതെ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം, സവാള ഒരെണ്ണം എടുക്കാം, പിന്നെ ഇത് അരച്ചിട്ട് അതിൽ നീരെടുത്തിട്ട് അതിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഇടാം, പിന്നെ 1 സ്പൂൺ തേനൊഴിക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ തലയോട്ടിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ ആഴ്ചയിൽ 2 ദിവസം നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ സഡനായിട്ടുള്ള മുടി കൊഴിച്ചിൽ നിൽക്കും. അപ്പോൾ ഈ മുടി കൊഴിച്ചിലിന് ഞാൻ അന്ന് പറഞ്ഞ പോലെ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട് ശരീരത്തിൽ. അപ്പോൾ അതൊന്നും ഇല്ലാന്ന് ഉറപ്പുള്ളവർക്കാണ് ഈ നമ്മളെ ടിപ്സൊക്കെ പെട്ടെന്ന് പറ്റും കേട്ടോ. അല്ലെങ്കിൽ തൈറോയിഡ് കൊണ്ടാണോ, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ, പൈൽസ് ഉണ്ടോ, ഇങ്ങനെ വയറിൻ്റെ പ്രശ്നമുണ്ടോ, ഇതെല്ലാം ഉള്ളവർ അതിനനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ കഴിക്കാം. ചന്ദ്രപ്രഭ ഗുളിക വാങ്ങിച്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ തല ചൂടാവാതെ നോക്കുക. അപ്പോൾ നമ്മൾ ഹെയർ ഫോൾ നിൽക്കും കേട്ടോ. പിന്നെ 3 സ്റ്റേജസ് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വന്നവർ എൻ്റെ ഈ വീഡിയോ, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പഴയ എൻ്റെ എല്ലാ വീഡിയോസും കിട്ടും. അപ്പോൾ ഓരോന്നിനും ഓരോ ഞാൻ ടിപ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മുടി കൊഴിച്ചിലും എല്ലാത്തിനും ടിപ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഉലുവ ജെല്ല് കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് ജെല്ല് പോലെ കിട്ടി തേച്ചു, മുടി കൊഴിച്ചിൽ നിന്നു എന്ന് കേട്ടു. അതിൽ വളരെ സന്തോഷം കേട്ടോ. നിങ്ങളുടെ ഈ കമൻസ് ഒക്കെയാണ് എനിക്ക് ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു പ്രചോദനം കേട്ടോ. നിങ്ങൾക്ക് എന്നിൽ നിന്നും കിട്ടുന്ന പ്രചോദനം പോലെ എനിക്ക് നിങ്ങളിൽ നിന്നും പ്രചോദനം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ ലൈക്കായിട്ടുള്ളതും കമൻസ് ആയിട്ടുള്ളതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി എപ്പോഴും ഞാൻ തയ്യാറായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുറഞ്ഞ രീതിയിലാണ് ഞാൻ ഓരോന്നും നമ്മുടെ ടിപ്സ് പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ തരത്തിലുള്ള ഇപ്പോൾ ഒരുപാട് ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ടിപ്സ് ഞാൻ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഗുണം കിട്ടും. പിന്നെ റോസ്മേരി വാട്ടർ ഡെയിലി ഉപയോഗിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്താൽ ഹെയർ ഫോൾ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ശരിക്കും ഈ റോസ്മേരി വാട്ടർ എങ്ങനെയാണ് എഫക്റ്റ് എന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും, ഹെൽത്തി സ്കാൽപ്പ് ആക്കും. അപ്പോൾ അങ്ങനെ ഫോളിക്കിൾസിൽ നിന്ന് വരുന്ന ഹെയർ നമുക്ക് നല്ല രീതിയിൽ വളരാൻ തുടങ്ങും. അപ്പോൾ ശരിക്കും ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ ഇത് ചേഞ്ചസ് ആക്കും ഈ റോസ്മേരി വാട്ടർ. അപ്പോൾ പെട്ടെന്ന് നിർത്തുമ്പോൾ ചാൻസസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഹോർമോൺ ബാലൻസ് പെട്ടെന്ന് അതിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റോസ്മേരി മാത്രമല്ല, നിങ്ങൾ ഈ റോസ്മേരി വാട്ടർ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ അല്പം ഉലുവ ചേർക്കാം. അതുപോലെ ഒരു കുഞ്ഞു കഷ്ണം അലോവര അരിഞ്ഞിടാം കേട്ടോ. അല്ലെങ്കിൽ ഉലുവ മാത്രമായാലും മതി നിങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ഉലുവയും ഈ റോസ്മേരിയും കൂടി തിളപ്പിക്കാം. ചെമ്പരത്തിപ്പൂ കിട്ടുകയാണെങ്കിൽ അതിടാം. അപ്പോൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താലും ആ പ്രശ്നം വരുന്നില്ല. അപ്പോൾ റോസ്മേരി തന്നെ അല്ലാതെ നിങ്ങൾക്ക് ഇത്രയും സംഭവങ്ങൾ കൂടി മിക്സ് ചെയ്താൽ ഈ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ബോയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിരന്തരം പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ടിപ്സും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഷാമ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. മുടി വാഷ് ചെയ്ത് ഷാമ്പു അവോയ്ഡ് ചെയ്യുക, കാരണം താരനുണ്ടാക്കും. ഷാമ്പു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഡ്രൈനെസ് ആക്കും മുടിയെ, സ്കാൽപ്പിനെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും മുടി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഈ നമ്മൾ ഷാമ്പു തേക്കുമ്പോൾ ഡ്രൈനെസ് ആകുമ്പോൾ ചാൻസസ് ഉണ്ട് താരം വരാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നാളെ നല്ലൊരു ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലതാണ്.